എല്ലാവർക്കും നമസ്കാരം. ഐ എം എ ന്യൂട്രീഷനിസ്റ്റ്. അതായത് ഇന്ന് യൂറിക് ആസിഡിനെ കുറിച്ചാണ്. യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിൽ നാച്ചുറലായിട്ട് ഉണ്ടാകുന്ന ഒരു വേസ്റ്റ് പ്രോഡക്റ്റാണ്. നമ്മൾ കഴിക്കുന്ന ചില ഫുഡ്, അതായത് പ്യൂരിൻ കണ്ടൻറ്റ് ജാസ്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ അത് ഡൈജസ്റ്റ് ആയിട്ട് യൂറിക് ആസിഡ് ഫോം ആകും. അത് കിഡ്നിയിലൂടെ പുറത്ത് പോകേണ്ടതാണ്. ചില സമയത്ത് നമ്മളുടെ ബോഡിയിൽ യൂറിക് ആസിഡ് ലെവൽ ജാസ്തി ആകുമ്പോൾ അത് ജോയിൻസിൽ ക്രിസ്റ്റലായിട്ട് ഫോം ആകും. പിന്നെ പെയിൻ ഉണ്ടാകും, പിന്നെ സ്വെല്ലിംഗ് ഉണ്ടാകും, റെഡ്നെസ് ഉണ്ടാകും. എന്തൊക്കെ റീസൺസ് കാരണമാണ് യൂറിക് ആസിഡ് ലെവൽ ജാസ്തിയാകുന്നത്? അതായത് നമ്മൾ വെള്ളം കുറവായിട്ട് കുടിക്കുന്നത്, റെഡ് മീറ്റ്, ഓർഗാൻ മീറ്റ് ഒക്കെ കഴിക്കുന്നത്, പിന്നെ ചില മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് റീനൽ കണ്ടീഷൻസ് അങ്ങനെയൊക്കെ ഉള്ളവർക്കും യൂറിക് ആസിഡ് ലെവൽ ജാസ്തിയായിട്ടുണ്ടാകും. യൂറിക് ആസിഡ് ലെവൽ ജാസ്തിയായാൽ നമുക്കതിനെ എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയും. അതായത് നമ്മളെ കാലിൻ്റെ ബിഗ് ടോയിലൊക്കെ പെയിൻ ഉണ്ടാവും, പിന്നെ ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടാവും, പിന്നെ നമ്മളെ കൈയുടെയൊക്കെ ഫിംഗേഴ്സിലൊക്കെ പെയിൻ ഉണ്ടാവും. അതായത് ഈ ജോയിൻസിലൊക്കെ പെയിൻ ഉണ്ടാവും, നമുക്ക് പെയിൻ ഫീൽ ചെയ്യാൻ കഴിയും. പിന്നെ ബോഡിയുടെ ഹീറ്റ് നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. പിന്നെ ജോയിൻസിലൊക്കെ ചെറിയ ചെറിയ വേദന നമുക്കുണ്ടാകും. സോ വെള്ളം നല്ലോണം കുടിക്കുക, എക്സസൈസ് അറ്റ്ലീസ്റ്റ് ഒരു 30 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യുക. ഒബീസിറ്റി ഉള്ളവർക്കും ഈ യൂറിക് ആസിഡ് ഡെപ്പോസിഷൻ ഉണ്ടാകും. സോ വെൽ ബാലൻസ്ഡ് ഡയറ്റ് കഴിച്ച് വെയിറ്റ് കുറയ്ക്കാൻ നോക്കുക. സോ യൂറിക് ആസിഡ് കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ആൻഡ് ക്ലാരിഫിക്കേഷൻ എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. വാട്സപ്പ് ചെയ്യാൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. താങ്ക് യു സോ മച്ച്.